ഹലോ ഗൈസ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ബാക്ക് ടു സ്കൂൾ ഫുൾ സപ്ലൈസ് ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു വലിയ സോറി. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും അത് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നെയിം സ്ലിപ്സ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധാ പേപ്പർ എടുക്കുക. ഫസ്റ്റ് കാണിച്ച പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ബോർഡർ ഒക്കെ വരച്ചു കൊടുത്തിട്ട് ഒരു പിക്ചർ ട്രേസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അതിന് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്ത് കൊടുക്കുക. ഈ നെയിം സ്ലിപ്പ് ആകുമ്പോൾ എന്തൊക്കെ എഴുതി കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എഴുതി കൊടുക്കുക. ഇതേ സെയിം സ്റ്റെപ്പ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, പലർക്കും ഇതിന്റെ യൂസ് അറിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം തന്നെയാണ് വീക്ക്ലി പ്ലാനർ. അതെന്തിനാണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞു. അതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ നമുക്ക് ചെയ്യാനുള്ള ജോലി, അതുപോലെ തന്നെ മീറ്റിംഗ്, നമ്മുടെ ഗോൾസ് ഒക്കെ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം ഓർഡർ ആയിട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഒറ്റ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് മനസ്സിലാവും. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. പലരും ഇത് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിക്കൂടെ? നമ്മളൊരു ബ്ലേഡ് ആണ് ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് സ്കൂളിലേക്ക് വേണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതെന്തായാലും വേണ്ടി വരും. എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാണ്, അതുകൊണ്ട് തന്നെ ഇതും കൂടി ഇതിൽ ഇട്ടെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ. ആദ്യം തന്നെ ഒരു ബ്ലേഡ് എടുക്കുക, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ പീസോ എന്ത് വേണേലും യൂസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കളർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ്, വാഷി ടൈപ്സ് ഇതെന്തെങ്കിലും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിനെല്ലാം കൂടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂഗണിന്റെ ആവശ്യമില്ല. ഇത് കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു ബ്ലേഡിനെയും അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കിനെയും കൂട്ടിയിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. പിന്നെ ഒരു ടോപ്പും കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓൾ സെറ്റ് ആണ്. മൂർച്ചയുള്ള ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും വർക്കിംഗ് ആയിരിക്കും. എന്തായാലും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്കെയിലാണ്. സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ബുക്കിന്റെ ആ ഒരു ബോർഡ് ഇല്ലേ, അതെടുക്കുക. പകുതി കട്ട് ചെയ്തത് അതിന് സെന്ററിലൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് തുറന്നു കിടക്കുന്ന ഭാഗം കൂടെ കൂട്ടിയിട്ട് ഒട്ടിക്കുക. ആ ഭാഗം ശരിക്കും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊന്ന് ക്യൂട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ പേപ്പർ വെച്ചിട്ട് അതിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്കെയിൽ കാണുന്ന എല്ലാ മെഷർമെന്റ്സ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. പിന്നെ ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റം തന്നെയല്ലേ ഇത്. അടുത്തതായിട്ട് നമുക്ക് ടീച്ചർമാരൊക്കെ പറയുമ്പോൾ അപ്പൊ തന്നെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നോട്ട്സ്. ആ നോട്ട്സ് എഴുതുന്ന സംഭവമാണ്. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, പിന്നെ അതിനെ കവർ ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് പേപ്പർ ഒന്നും A4 പേപ്പർ അല്ല, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വരയിടാത്ത ബുക്കാണ്. ഇനി ആ പേപ്പറുകളും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പത്തെ പേജിൽ മാത്രമേ ഞാൻ അങ്ങനെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. ഡിസൈൻസ് എല്ലാം ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഡിസൈൻസ് കൈകൊണ്ട് വരക്കാൻ മടിയുള്ളവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാലോ. എങ്ങനെയെങ്കിലും ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത എന്തായാലും ടു ഡു ലിസ്റ്റ് ആണ്. ടു ഡു ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം ചെയ്യാനുള്ള ടാസ്ക് എഴുതി വെക്കുന്നതാണ്. ഇതിനെന്തായാലും പ്രത്യേകമായിട്ട് ഇതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഒരു ടൈം ടേബിൾ ആണ്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ യൂസ്ഫുൾ ആവും. ഇത് വാളിൽ ഒട്ടിക്കുമ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റ് ഒക്കെ വേണ്ട ഇളക്കി പോരും. അതുകൊണ്ട് നിങ്ങൾ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. നല്ല ഡിസൈൻസ്, പാറ്റേൺസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പിൻട്രസ്റ്റ് ആപ്പ് ഒന്ന് നോക്കുക. അടുത്തത് ഒരു പ്ലാനർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷം നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഗോൾസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു വർഷത്തെ പ്ലാനറിലാണ്. പിന്നെ ഈ ഒരു വർഷം ലാസ്റ്റ് ആയിട്ട്, ഒരു വർഷത്തിന്റെ അവസാനമായിട്ട് നമ്മൾ ഇത് നോക്കി കഴിയുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതേ നമ്മൾ ഇത് കാണുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു പ്ലാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്ലാനറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇത് എന്റെ സ്വന്തം കുരുട്ടുബുദ്ധിയിൽ തോന്നിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ക്യൂട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് നോക്കാൻ ഒരു ത്രില്ല് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന അത്ര ഞാൻ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാ ആളുകളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്നെപ്പോലുള്ളവർ ഇത് ചെയ്ത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അതാണ് ക്ലാസ് ഷെഡ്യൂൾ. നമ്മുടെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നൊക്കെ സമയം എഴുതി. അതായത് നമ്മുടെ ക്ലാസ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അവസാനിക്കുന്നത് എപ്പോഴാ? 9:50. അത് എഴുതി വെക്കുക. അന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ ഏതാണ്, അധ്യാപകർ ഏതാണ്, അതൊക്കെ എഴുതി വെക്കാം. നമ്മളെ ക്ലാസ്, അതിന്റെ ഡിവിഷൻ ഒക്കെ എഴുതി വെക്കാം. അതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനും പഠന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കാനും ഇത് സഹായിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള യൂസ് ഒക്കെയാണ് ഇതിനുള്ളത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ അറിയണ്ടേ? എനിക്ക് പിന്നെ ഞാൻ അന്ന് തന്നെ ട്രൈ ചെയ്യില്ലായിരുന്നു. പക്ഷെ വൈകിയാൽ എന്താ, നമുക്ക് ഈ ഒരു വർഷം അടിപൊളിയാക്കാലോ. നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട. എന്തായാലും ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കോ.
അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് പഴയ ഒരു പേനയെ ഒരു പുത്തൻ പുതിയ പേനയാക്കലാണ്. പുത്തൻ പുതിയ പേനയാക്കുക മാത്രമല്ല, അതിനൊന്ന് ക്യൂട്ടാക്കി കൊടുക്കുകയാണ്. ക്യൂട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യൂട്ട് ആയിരിക്കില്ലേ. ഈ ഒരു യെല്ലോയിലേക്ക് കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. പേപ്പർ എടുക്കുക, അതിൽ ഇതുപോലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക, പേനയും വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക, പിന്നെ അതിനൊരു ടോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടതും. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതിന്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു പെൻ ഹോൾഡർ വേണമല്ലോ. വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, പിന്നെ എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തായാലും നിങ്ങൾക്ക് ആർക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സംഭവം അത്ര സിമ്പിൾ അല്ലേ, എന്നാ കാണാൻ വേണ്ടിയിട്ടോ അടിപൊളിയാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റിന്റെ പ്രശ്നമാണ്, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ടിയില്ല, പക്ഷെ സ്കൂളിൽ ആവശ്യമുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒക്കെ ഒന്ന് ഒരുക്കി വെക്കുക എന്നുള്ളതിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് എക്സാം പാഡാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന്റെ സമയമാണല്ലോ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം. വെച്ചെടുത്തുള്ള സംഭവം ഇല്ലേ, അത് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. എന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാനത് ഒട്ടിച്ചു കൊടുത്തു. സംഭവം ഇത്രയുള്ളൂ, സിമ്പിൾ ആണ്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ബുക്ക് മാർക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് സാധാ കാർഡ്ബോർഡ് എടുത്താൽ മതി. കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.